ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും വലിയ സന്തോഷമുണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ചില വ്യക്തികൾ ഈ സന്തോഷം സ്വന്തമാക്കാൻ വേണ്ടി ചില ലൗകികമായിട്ടുള്ള ചില കാര്യങ്ങളുടെ പിന്നാലെ പോയി സന്തോഷം സ്വന്തമാക്കുന്നു. എന്നാൽ അത് നൈമിഷികം മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. പിന്നീട് നിരാശയിലേക്ക് പോകുന്നു. എപ്രകാരമാണ് നമുക്ക് സ്ഥിരമായൊരു സന്തോഷം സ്വന്തമാക്കാനായിട്ട് സാധിക്കുക? നമ്മുടെ വിശുദ്ധ ബൈബിളിൽ ഒരു നഗരത്തിൽ മുഴുവൻ വലിയ സന്തോഷമുണ്ടായി എന്ന് പറയുന്ന ഒരു വചനഭാഗമുണ്ട്. അപ്പസ്തോലപ്രവർത്തനം 8-ാം അധ്യായം 5 മുതൽ തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെപ്പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടാകാനുള്ള കാരണം ഇതാണ്. ഫിലിപ്പോസ് അവിടെ ചെന്ന് ആ നഗരത്തിൽ ചെന്ന് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? 2 കാര്യങ്ങൾ സംഭവിച്ചു. 1, അവിടെയുണ്ടായിരുന്ന അശുദ്ധാത്മാക്കളെല്ലാം വിട്ടുപോയി. 2, അവിടെയുണ്ടായിരുന്ന തളർവാദ രോഗികളും മുടന്തന്മാരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെയാണ് ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, സന്തോഷമുണ്ടാകാനുള്ള കാരണം ഇതാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിച്ചു. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ അശുദ്ധാത്മാക്കൾ വിട്ടുപോയി. അനേകം രോഗികൾ സുഖം പ്രാപിച്ചു. അങ്ങനെയാണ് ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സ്ഥായിയായ സ്ഥിരമായ ഒരു സന്തോഷം ലഭിക്കണമെങ്കിൽ അത് ക്രിസ്തുവിന് മാത്രമാണ് തരാനായിട്ട് സാധിക്കുക. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം പരക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉള്ള അശുദ്ധാത്മാക്കളെല്ലാം വിട്ടുപോവുകയും സൗഖ്യം നടക്കുകയും ചെയ്യുന്നു, സൗഖ്യം സംഭവിക്കുകയും ചെയ്യുന്നു. ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനും സൗഖ്യം ലഭിക്കണം. അപ്പോൾ 3 കാര്യങ്ങൾ: ആത്മാവിന് സൗഖ്യം ലഭിക്കണം, ശരീരത്തിന് സൗഖ്യം ലഭിക്കണം, അശുദ്ധാത്മാക്കൾ വിട്ടുപോവുകയും വേണം. ഇതൊരുമിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് കുമ്പസാരം എന്ന കൂദാശയിലൂടെ. കുമ്പസാരം എന്ന കൂദാശയിലൂടെ ആത്മാവിൻ്റെ രോഗം സുഖപ്പെടുന്നു, ശരീരത്തിൻ്റെ രോഗവും സുഖപ്പെടുന്നു. ആത്മാവിൻ്റെ രോഗം അത് പാപമാണ്. അങ്ങനെ പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. ഈ 3ഉം കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധരെല്ലാം അടുക്കലുള്ള കുമ്പസാരം സ്വീകരിച്ചിരുന്നത്. നമുക്കും നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സ്ഥായിയായ സ്ഥിരമായൊരു സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് വിടുതലും പ്രാപിക്കുന്നതിന് വേണ്ടി, പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി അടുക്കലുള്ള കുമ്പസാരത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായ ഒരു സന്തോഷത്തിലേക്ക് നയിക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ആമേൻ.